Hello friends, welcome to Amish Not. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മലപ്പുറത്ത് ചെന്നാൽ കിട്ടുന്ന ഒരു നാടൻ ശൈലിയിലുള്ള ഒരു മട്ടൻ ബിരിയാണിയാണ്. അപ്പോൾ അതിനെന്തൊക്കെയാ ആവശ്യമുള്ള സാധനം? ഞങ്ങൾ ഉണ്ടാക്കുന്നത് 4 പേർക്കുള്ള ഒരു ബിരിയാണിയാണ്. അപ്പോൾ ഇത് ജീരകശാല റൈസാണ്, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേ ചെറിയ അരിയായിട്ടുള്ള റൈസാണ്. അതുകൊണ്ട് വെച്ചാൽ നല്ല ടേസ്റ്റ്. ഇവിടെ കൂടുതലും എല്ലാവരും വെക്കുന്നത് നല്ല നീളനായിട്ടുള്ള അരി, ബസ്മതി റൈസ് പോലത്തെ റൈസാണ്. ഇതാകുമ്പോൾ കുറച്ചും കൂടി നല്ല റൈസാണ്, നല്ല ടേസ്റ്റ്, നാട്ടിലത്തെ അതേ ടേസ്റ്റുള്ള ബിരിയാണി കിട്ടും. പിന്നെ അതിനാവശ്യമുള്ള മട്ടൻ ഇത് ഏകദേശം 1 കിലോ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് തക്കാളി, മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി, ഉള്ളി 3 എണ്ണം, പിന്നെ തക്കാളി 3 എണ്ണം, പിന്നെ ഒരു ചെറുനാരങ്ങ, ഒരു പിടി മല്ലിയില, ഒരു പിടി പുതിനയില, പിന്നെ ആവശ്യത്തിനുള്ള സോൾട്ട്, പിന്നെ പച്ചമുളക്, ഗരം മസാല, മഞ്ഞൾപ്പൊടി, പിന്നെ തൈര് 1 സ്പൂൺ മതി. പിന്നെ ഒലീവ് ഓയിൽ, അതിപ്പോൾ നമ്മൾ റൈസൊക്കെ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 1 സ്പൂണേ ആവശ്യമുള്ളൂ. അത് വേണമെങ്കിൽ മതി, ഓപ്ഷനാണ്. പിന്നെ ഗീ, ഇതാണ് മെയിൻ. നമ്മുടെ നാട്ടിൽ അതേ ടേസ്റ്റ് കിട്ടൽ ഈ ഒരു സംഭവം യൂസ് ചെയ്യുമ്പോഴാണ്, RKG ഗീ. പിന്നെ നമ്മൾ നെയ്ച്ചോറ്, അതായത് റൈസ് വെക്കാൻ ആവശ്യമായിട്ടുള്ള 1 ക്യാരറ്റ്, പിന്നെ 2 പട്ട, കുറച്ച് ഏലക്കായി, ഒരു ബേ ലീവ്സ്, അതൊന്ന് മതി. അത് കൂടുതൽ വേണ്ട. നമ്മൾ നെയ്ച്ചോറാകുമ്പോൾ ഗരം മസാല അതൊക്കെ പൊടിച്ചിട്ടല്ലേ ഗരം മസാല ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിൻ്റെ ആവശ്യം ഇത് വേണമെങ്കിൽ മതി നെയ്ച്ചോറ് വെക്കുന്ന സമയത്ത്. ആദ്യം നമ്മൾ മസാല ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു വലിയൊരു പോട്ട് എടുക്കാം. അത് അത്യാവശ്യം നല്ലോണം ചൂടായാൽ നമ്മൾ കുറച്ച് ഓയിൽ, മസാല ഉണ്ടാക്കാൻ ആവശ്യമുള്ള കുറച്ച് ഓയിൽ ഇതിലേക്ക് ഒഴിക്കുക. ഇപ്പോൾ നമ്മുടെ ഓയിൽ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3 പച്ചമുളക്, അത് അരിയാത്തത് കട്ട് ചെയ്യണ്ട, അതേപോലെ കഴുകിയിട്ട് വെള്ളമില്ലാണ്ട് ഇടുക. പച്ചമുളക് ഇടുന്ന സമയത്ത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതി. പച്ചമുളക് ഏകദേശം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ലോണം സവാള, നല്ല ചെറിയ സ്ലൈസാക്കി അരിഞ്ഞിട്ടുള്ള സവാള അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഉള്ളി നല്ലോണം വാടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് കല്ലുപ്പാണ് യൂസ് ചെയ്യല്. അത് ആദ്യം തന്നെ ഉള്ളി ഇട്ട് കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലോണം പെട്ടെന്ന് അത് വാടാൻ വേണ്ടിയിട്ട് നല്ല വാടി വരും. ഇപ്പോൾ നമ്മൾ ഇട്ടിട്ടുള്ള സവാള നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, നല്ല വഴറ്റിയിട്ടുണ്ട്. ഇനിയപ്പോൾ ആ സമയത്ത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയത്, നല്ലോണം ചതച്ചതാണ് നല്ലത്. ഏറ്റവും പേസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിന് ടേസ്റ്റ് കുറേ, അപ്പം നല്ല ചതച്ചത് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പച്ചമണം നല്ലോണം മാറിയിട്ടുണ്ട്. അപ്പം ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കുക. ഉള്ളി തക്കാളിയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പുതിന ഇല 1 പിടി, പിന്നെ മല്ലിയില 1 പിടിയും ഇട്ട് കൊടുത്താൽ, ബാക്കി അവിടെ ഉണ്ട്, അത് നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്. അപ്പോൾ ഇത്തിരി 1 പിടി ഇട്ട് കൊടുത്താൽ മതി. ഇത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഗരം മസാല ആണ്, 1.5 ടീസ്പൂൺ ഉണ്ട്. അതിനോടൊപ്പം തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇത് നന്നായി വഴറ്റി കൊടുക്കുക.
ഇതിലോട്ട് ചെറുനാരങ്ങ നീര് ഒരു 3 സ്പൂണ് ചേർക്കുക. 3 സ്പൂണാണ് അത് എടുത്ത് വെച്ചിട്ടുള്ളത്. നന്നായി ഇറക്കിയതിന് ശേഷം ഗ്ലാസ് വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. കാരണം നമ്മൾ മട്ടൻ ബിരിയാണിയാണ് വെക്കുന്നത്. അപ്പം നന്നായി വെന്ത് വരാൻ, ചിക്കൻ്റെ പോലെയല്ലോ, നല്ലോണം വെന്ത് വരാൻ കുറച്ച് സമയം എടുക്കും. അത് കാരണമാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള മട്ടന് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മളുടെ മട്ടൻ കുറച്ച് ഹാഫ് വേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. തൈര് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ കിട്ടുന്നത് കട്ട തൈരാണ്. അപ്പോൾ ഇത്തിരി വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്ന് വെള്ളത്തിൻ്റെ നല്ലൊരു പരിവാക്കി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 3 സ്പൂണ് തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നല്ലോണം ഇളക്കി കൊടുക്കുക. അത് പെട്ടെന്ന് തൈര് പിരിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അപ്പോഴേ തൈര് ഇട്ട ഉടനെ തന്നെ ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. തൈര് നല്ലോണം ഇട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 10-15 മിനിറ്റും കൂടി ഇതൊന്ന് വേവിക്കാനുണ്ട്. മട്ടന് ഇങ്ങനെ വേവാൻ കുറച്ച് സമയം എടുക്കും. ഞങ്ങൾ സാധാരണ ചെയ്യല് കുക്കറിലിട്ടിട്ട് മട്ടന് വേവിച്ചിട്ട് പിന്നെ മസാലയ്ക്ക് ഇട്ട് കൊടുക്കാറാണ്. ഇതാകുമ്പോൾ കുറച്ചും കൂടി സോഫ്റ്റ് ഉണ്ടാവും, ടേസ്റ്റും കിട്ടും. മട്ടൻ്റെ സ്റ്റോക്ക് മുഴുവനും ഈ മസാലയിലായി കിട്ടും ചെയ്യും. ഇനി ഒരു 10-15 മിനിറ്റും കൂടി ഇത് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മട്ടൻ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ബിരിയാണി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി. ഉള്ളി നമ്മൾ സവാള നന്നായിട്ട് സ്ലൈസ് ആക്കി അരിഞ്ഞിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അതിന് ഒരു അത്യാവശ്യം ഓയിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഓയിൽ നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ആ ഓയിലോട്ട് തന്നെ നമുക്ക് ഇത്തിരി ഡ്രസ്സിങ്സ് കൊടുക്കാം. അതൊന്ന് ചൂടാക്കി ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ ബിരിയാണി ഉണ്ടാക്കാനുള്ള റൈസ് ഉണ്ടാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് 2 സ്പൂണ് ഈ RKG നെയ്യ് ഒഴിച്ചു കൊടുക്കുക. പാന് നല്ല ചൂടായിട്ട് 2 രീതിയിലാണ് നമ്മൾ ചോറ് ഉണ്ടാക്കുന്നത്. ഒന്ന് നമ്മൾ വറ്റിച്ചെടുക്കുക, അതായത് നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന പോലെ. ഇത് നമുക്ക് തിളപ്പിച്ച് ഊറ്റിയാണ് ചെയ്യുന്നത്. ഈ നെയ്യൊന്ന് ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഏലക്കായും പിന്നെ ഈ പട്ടയും കൂടി ഒന്ന് ഒരു 5 സെക്കൻഡ് അത് തീ ഓഫാക്കുകയാണ് നല്ലത്. കാരണം ആ എണ്ണൻ്റെ ചൂടിൽ അങ്ങനെ മറ്റേ വേഗം കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് ബേ ലീഫ് കൂടി അതിലിട്ട് കൊടുക്കും. ഇനി വെള്ളം ഇതിലോട്ട് ഒഴിക്കുക. വെള്ളം ഒഴിക്കുന്ന സമയത്ത് തീ ഓഫാക്കി ഇടണം, പ്രത്യേകം ശ്രദ്ധിക്കണം. ചോറിനുള്ള വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള ക്യാരറ്റ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പ് നമ്മൾ മസാലയിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നോക്കിയിട്ട് വേണം ഇതിലിടാൻ. കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ചോറ് വെന്തതിന് ശേഷം ചോറ് വെക്കാനുള്ള ആവശ്യത്തിനുള്ള അരി നമ്മൾ കഴുകി ഊറ്റി വെച്ചതാണ്. നന്നായി കഴുകി ഒരു 10 മിനിറ്റൊക്കെ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. എന്നിട്ട് അത് ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക. ഈ അരി ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് 1 സ്പൂണ് ഒലീവ് ഓയിൽ ഇതിന് മേലെ ഇങ്ങനെ എത്തിച്ചു കൊടുക്കുക. അതായത് അത് നല്ലോണം റൈസ് ഒട്ടിപ്പിടിക്കാണ്ട് നോക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ ചോറ് റെഡി ആയിട്ടുണ്ട്. അതൊന്ന് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ദമ്മിടാനാണ്. മസാല ഉണ്ടാക്കിയാൽ കോട്ടൺ എടുത്താൽ മതി. ആ മസാല ഒന്ന് ജസ്റ്റ് അതിനൊന്നുണ്ട് വേറെ പാത്രത്തിൽ കിട്ടാൻ മതി. കാരണം റൈസ് അതിൻ്റെ അടിയിലിടാൻ വേണ്ടിയിട്ടാണ് ലെയറായിട്ട്. അപ്പോൾ നമ്മളിനി മസാല വേറെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി റൈസ് ഉണ്ട്. ആദ്യം പോട്ട് കഴുകൊന്നും വേണ്ട, അതിൽ തന്നെ ഇട്ടാൽ മതി. കാരണം മസാലൻ്റെ റൈസിക്ക് വരണല്ലോ.
ഇപ്പോൾ ഒരു ലെയർ നമ്മൾ റൈസ് വേവിച്ച് വെച്ച് റൈസ് ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഇപ്പോൾ മസാല ഒക്കെ ഇട്ട് അതിൻ്റെ മേലെ പിന്നെ റൈസ് 2 ലെയറായിട്ട് റൈസ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ഓണിയൻ ഫ്രൈയും പിന്നെ അതേപോലെ റെസിൻസും കൂടി ഒന്ന് അതിൻ്റെ മേലെ ബാക്കിയുള്ള റൈസും കൂടി ഇട്ട് കൊടുക്കുക. റൈസൊക്കെ നമ്മൾ ലെയറായിട്ടൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലെ ഇത്തിരി ഓയിൽ, നെയ്യ് ഒഴിക്കുക, 6 kg ഓയിൽ. തിരിഞ്ഞു വെച്ചിട്ടുള്ള ബാക്കി വെച്ചിട്ടുള്ള മല്ലിച്ചപ്പ് ഇത്തിരി ഒന്ന് നമ്മൾ ദമ്മിടാൻ പോവാണ്. അപ്പോൾ നമ്മൾ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ കനലൊക്കെ അല്ലേ യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ആകുമ്പോൾ അതില്ല. അപ്പോൾ ഞങ്ങൾ കുക്കിംഗ് റേഞ്ചിൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ ദമ്മിടാൻ വെക്കല്. അപ്പോൾ നമ്മുടെ ബിരിയാണി പോട്ട് ഇതിനകത്തോട്ട് കയറ്റി വെക്കുക. ഇവിടെ ഇതിൻ്റെ അകത്ത് താഴെ മേലെ തീ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അകത്തൊരു 3/4 മണിക്കൂർ ഇരുന്നാൽ നമ്മൾ നല്ല നാട്ടിലെ പോലെ തന്നെ നല്ല ദം ബിരിയാണി റെഡിയാവും. നല്ല ഉഷാർ മട്ടൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നല്ല മസാലൻ്റെ, നല്ല മട്ടൻ്റെ, നല്ല നാടൻ മട്ടൻ്റെ ടേസ്റ്റ്, നല്ല മണമൊക്കെ വരുന്നുണ്ട്.